Hello everybody, welcome back to the introduction to Ode to Autumn written by our famous romantic poet John Keats. Okay, let's continue. The wildness of nature, the loss of the individual within the soul, and the creative power of human imagination were so central to the later phase. അപ്പോൾ രണ്ട് ഫേസ് ഉണ്ട് റൊമാൻറ്റിസിസത്തിന് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫേസ് റൊമാൻറ്റിക് ക്രിറ്റിക്സ് ആരൊക്കെയാണ്, റൊമാൻറ്റിക് പോയറ്റ്സ് ആരൊക്കെയാണ്, ഷെല്ലി, വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, സദെ. ഈ മൂന്ന് പേരാണ് ഫസ്റ്റ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റ്സ്. അതിനുശേഷം രണ്ടാമത്തെ ലേറ്റർ ഫേസിലുള്ളവരാണ് ആരൊക്കെ, ഷെല്ലി, ജോൺ കീറ്റ്സ്, ലോർഡ് ബൈറൻ, ഇവരൊക്കെ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ ലേറ്റർ ഫേസ് ഓഫ് റൊമാൻറ്റിസിസത്തിലുള്ള മെയിനായിട്ടുള്ള തീം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ വൈൽഡ്നെസ് ഓഫ് നേച്ചർ. നേച്ചറിനെ വൈൽഡായിട്ട് ചിത്രീകരിക്കുക. വൈൽഡായിട്ട് ഉദ്ദേശിച്ചത് വന്യമായിട്ടല്ല കേട്ടോ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ അട്രാക്റ്റീവായിട്ട്, വളരെ വെറൈറ്റി ആയിട്ട് ചിത്രീകരിക്കുക. പിന്നെ ദ ലോസ് ഓഫ് ഇൻഡിവിജ്വൽ വിത്തിൻ ദ സോൾ ആൻഡ് ദ ക്രിയേറ്റീവ് പവർ ഓഫ് ഹ്യൂമൻ ഇമാജിനേഷൻ. പിന്നെന്താണ്, ഇൻഡിവിജ്വലിൻ്റെ നഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു തീം. പിന്നെ നെക്സ്റ്റ് ദ ക്രിയേറ്റീവ് പവർ ഓഫ് ഹ്യൂമൻ ഇമാജിനേഷൻ. ഒരു ഹ്യൂമൻ ഇമാജിനേഷൻ്റെ, ഹ്യൂമാനിറ്റിൻ്റെ ഒരു ക്രിയേറ്റീവ് പവർ, ഇതൊക്കെയായിരുന്നു ആ ഒരു ലേറ്റർ ഫേസിൽ മെയിനായിട്ടുള്ള തീം, മെയിനായിട്ടുള്ള മാറ്ററായിട്ട് ആ ഒരു പോയട്രികൾ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റാൻസ ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ് ഓഫ് ദി ഇൻട്രൊഡക്ഷൻ. Ode to Autumn written on 19 September 1819 at the height of Keats' poetic skill is, according to F.R. Lewis, about the Shakespearean theme of ripeness is all. In King Lear, the acceptance of death and rebirth by death, described by Alan Tate as a nearly perfect piece of style. The poem is an attempt to find beauty in the neglected, deglamorized aspects of nature and life, like Coleridge's dejection and Keats' own melancholy. The critical consensus about the ode celebrates it is a paean to the season of autumn, with its fruitfulness, its flowers, and the song of its swallows gathering for migration. In the poem, divided into 3 stanzas of 11 lines, written in iambic pentameter, Keats attempts to find beauty in the lengthening days, chilly weather, and the brown field of fall. The time just before winter squelches the last bite of the warmth, and everyone retreat to their fires and hoard cider. The first stanza addresses the autumn as the close bosom friend of the sun. The second describes it as a female goddess, and the third consoles it by asking to listen to its own music. The sensuous synthetic imagery of each stanza makes the poem, according to Harold Bloom, as close to perfect as any shorter poem in the English language. Ode to Autumn, written on 19 September 1819 at the height of Keats' poetic skill, is, according to F.R. Lewis. F.R. ലെവിസിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഓഡ്സിൻ്റെ ഒരു നിർണായക കാലഘട്ടം തന്നെയായിരുന്നു 1890. കീറ്റ്സ് അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ഹൈറ്റ്സിലെത്തിയ ഒരു കാലഘട്ടമാണ് ആ 1890 എന്നാണ് F.R. ലെവിസ് പറയുന്നത്. നോക്കൂ, അബൌട്ട് ദ ഷേക്സ്പീരിയൻ തീം ഓഫ് റൈപ്നെസ് ഈസ് ആൾ. ഇൻ കിങ് ലിയർ, ദ ആക്സെപ്റ്റൻസ് ഓഫ് ഡെത്ത് ആൻഡ് റീബർത്ത് ബൈ ബർത്ത്. ഷേക്സ്പിയർ റൈപ്നെസ്സിലെത്തിയത് കിങ് ലിയറിലൂടെയാണ്. മരണത്തെ അംഗീകരിക്കുകയും മരണത്തിലൂടെ പുനർജന്മം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആ പ്രമേയങ്ങളൊക്കെ കൊണ്ടുവന്നത് കിങ് ലിയറിലൂടെയാണ്. ആക്സെപ്റ്റൻസ് ഓഫ് ഡെത്ത് ആൻഡ് റീബർത്ത് ബൈ ഡെത്ത്, അല്ലേ? മരണത്തെ ആക്സെപ്റ്റ് ചെയ്യുകയും റീബർത്ത് ബൈ ഡെത്ത്, മരണത്തിലൂടെ പുനർജന്മം നൽകുകയൊക്കെ ചെയ്ത പ്രമേയങ്ങളൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ കിങ് ലിയറിലൂടെയാണ്. ഡിസ്ക്രൈബ്ഡ് ബൈ അലൻ ടേറ്റ് ആസ് എ നിയർലി പെർഫെക്റ്റ് പീസ് ഓഫ് സ്റ്റൈൽ. അലൻ ടേറ്റ് ഈ ഒരു ഓഡ് ടു ഓട്ടം എന്ന കവിതയെ വിശേഷിപ്പിച്ചത് പെർഫെക്റ്റ് പീസ് ഓഫ് സ്റ്റൈൽ, വളരെ നല്ല ശ്രേഷ്ഠമായിട്ടുള്ളൊരു സ്റ്റൈലാണ് ഓഡ് ടു ഓട്ടത്തിൽ ഉപയോഗിച്ചത് എന്നാണ് അലൻ ടേറ്റ് ഈ ഒരു കവിതയെപ്പറ്റി പ്രതിപാദിച്ചത്. ദ പോയം ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് ബ്യൂട്ടി ഇൻ ദ നെഗ്ലക്റ്റഡ് ആൻഡ് ഡീഗ്ലാമറൈസ്ഡ് ആസ്പെക്ട്സ് ഓഫ് ദ നേച്ചർ ആൻഡ് ലൈഫ്.
എന്താണ് പ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും അവഗണിക്കപ്പെട്ടതും തരം താഴ്ത്തപ്പെട്ടതുമായ നെഗ്ലക്റ്റഡ്, എന്താണ് ഡീഗ്ലാമറൈസ്ഡ്, അവഗണിക്കപ്പെടുക. നെഗ്ലക്റ്റഡ് മീൻസ് ഡീഗ്ലാമറൈസ്ഡ്, എന്താ നേച്ചറിൻ്റെ ഗ്ലാമറൈസ് ചെയ്യാത്ത വശങ്ങളെ കുറിച്ചിട്ട്, ലൈഫിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് അവിടെയൊക്കെ എങ്ങനെയാണ് സൗന്ദര്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു കവിതയിൽ പ്രതിപാദിക്കുന്നത്. എന്താണ് ബ്യൂട്ടി ഇൻ ദ നെഗ്ലക്റ്റഡ് ആൻഡ് ഡീഗാം ആസ്പെക്ട്സ് ഓഫ് നേച്ചർ ആൻഡ് ഡെത്ത്. ഒരു അവഗണിക്കപ്പെട്ട നേച്ചറിനെ, അവഗണിക്കപ്പെട്ട ലൈഫ്, ഇവിടെയൊക്കെ ഒരു സൗന്ദര്യം എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു പോയത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ലൈക്ക് കോൾറിഡ്ജ് ഡിജക്ഷൻ ആൻഡ് കീറ്റ്സ് ഓൺ മെലങ്കലി. കീറ്റ്സിൻ്റെ മെലങ്കലി, എന്താണ് കോൾറിഡ്ജിൻ്റെ ഡിജക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കവിതയിലൊക്കെ പ്രമേയം പോലെ തന്നെ. The critical consensus about the ode celebrate it is a pain to the season of autumn. ആ ഒരു ഓട്ടം സീസണിൻ്റെ ഫലപുഷ്ടിയെക്കുറിച്ചാണ് ഈ ഒരു എന്താണ് ക്രിറ്റിക്കൽ കൺസെൻസസ് അബൌട്ട് ദ ഓഡ് സെലിബ്രേറ്റ്. സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഓഡ് ടു ഓട്ടം എഗ്രി ചെയ്യുന്നത്, കൺസെൻസസ് മീൻസ് എഗ്രി ചെയ്യുക. ഇറ്റ് ഈസ് എ പീൻ ഓഫ് സീസൺ ഓഫ് ഓട്ടം. ആ ഒരു ഓട്ടം സീസണിൻ്റെ ഫലപുഷ്ടിയെ കുറിച്ചിട്ടാണ്. വിത്ത് ഇറ്റ്സ് ഫ്രൂട്ട്ഫുൾനെസ്, അതിൻ്റെ ആ ഫലപുഷ്ടത, അതിലെ ഫ്ലവേഴ്സ്, ആൻഡ് ദ സോങ് ഓഫ് ഇറ്റ്സ് ഷാലോനെസ് ഗാദറിങ് ഫോർ ദ മൈഗ്രേഷൻ. ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഒത്തുകൂടാണ്? ആ ഒരു ഓട്ടം സീസണിന് വേണ്ടിയിട്ട് ഗ്യാദർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിത. അപ്പോൾ ഈ ഒരു പൂക്കാലം, അതിൻ്റെ സംഗീതം, പിന്നെ ആ ഒരു ഓട്ടം സീസണ് എല്ലാം ഫലപുഷ്ടിയായിട്ട് ഒരു പ്രൊഡക്റ്റീവ് സീസണായിട്ടാണ് ഓട്ടം സീസണ് ചിത്രീകരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കവിത ഒരു പൂക്കാലത്തിനെ വരവേൽക്കുകയാണ്. ആ ഒരു പൂക്കാലത്തെ വളരെ ഓട്ടം സീസണിനെ വളരെ പ്രൊഡക്റ്റീവായിട്ടാണ് ഈ ഒരു കവിതയിലൂടെ പോയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ദ പോയം ഡിവൈഡഡ് ടു 3 സ്റ്റാൻസാസ് ഓഫ് ദ 11 ലൈൻസ്. പോയം എത്ര ലൈനിലാണ് എന്നാണ് പറയുന്നത്? 11 വരി വീതമുള്ള 3 സ്റ്റാൻസകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അയാംബിക് പെൻറ്റാമീറ്ററിലാണ്. നോട്ട് ചെയ്ത് വെക്കട്ടോ പോയം ഏത് മീറ്ററിലാണ് എന്നുള്ളത്. അയാംബിക് പോയം ഡിവൈഡഡ് ഇൻ ടു 3 സ്റ്റാൻസാസ് ഓഫ് 11 ലൈൻസ്. 11 ലൈനുള്ള 3 സ്റ്റാൻസകളായിട്ടാണ് ഈ ഒരു പോയം തിരിച്ചിട്ടുള്ളത്. 11 ലൈനുള്ളൊരു പോയാണ്. ഇൻ അയാംബിക് പെൻറ്റാമീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം 3 സ്റ്റാൻസയിലായിട്ടാണ് 11 ലൈനുകളുണ്ട് ഓരോന്നിലും. അയാംബിക് പെൻറ്റാമീറ്ററിലാണ് എഴുതിയത്. കിഡ്സ് അറ്റംപ്റ്റ് ടു ഫൈൻഡ് ബ്യൂട്ടി ഇൻ ദ ലെങ്തനിങ് ഡേയ്സ്, ചില്ലി വെതർ ആൻഡ് ബ്രൗൺ ഫീൽഡ് ഓഫ് fall, and the time just before winter squelches the last bit of warmth, and everyone retreats to their fires and hot cider. എന്താണ് ഈ ഒരു കവിതയിൽ പറയുന്നത്? വൈകുന്നേരത്തെ ആ ഒരു തണുപ്പ്, ലെങ്തനിങ് ഡേയ്സിലെ ആ ദിവസത്തെ തണുപ്പ്, ചില്ലി വെതർ തണുത്ത കാലാവസ്ഥ, ബ്രൗൺ ഫീൽഡിലെ ആ ഒരു തവിട്ട് നിറമുള്ള ആ ഒരു ഫീൽഡ്, അവിടെയുള്ള ആ ഒരു ഫീൽഡുകളെ, തവിട്ട് നിറത്തിലുള്ള നിലങ്ങൾ, ആ ഉഴുതുമറിക്കാനുള്ള ആ നിലങ്ങൾ തവിട്ട് നിറത്തിലാണ് കാണപ്പെടുക. പിന്നെ തണുപ്പ് കാലത്തിന് തൊട്ട് മുൻപുള്ള സമയത്തെ ഒക്കെയാണ് കീറ്റ്സ് ഇതിൽ ചിത്രീകരിക്കുന്നത്. തണുപ്പ് കാലത്തിന് തൊട്ട് മുന്നുള്ളത്. ടൈം ജസ്റ്റ് ബിഫോർ വിൻ്റർ സ്ക്വെൽച്ചസ് ദ ലാസ്റ്റ് ബിറ്റ് ഓഫ് വാംത് ആൻഡ് എവരി വൺ റിട്ടീർസ് ടു ദെയർ ഫയേഴ്സ് ആൻഡ് ഹോട്ട് സിഡർ. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ തണുപ്പ് കാലത്തിന് തൊട്ട് മുൻപുള്ള സമയത്തെ കീറ്റ്സ് ഈ കവിതയിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ കാലത്താണ് അന്തരീക്ഷത്തിൽ തീരെ ചൂടില്ലാതാവണത്. അന്തരീക്ഷത്തിൽ പറ്റ ചൂടില്ലാതെ നല്ല തണുപ്പായി മാറുന്ന സമയത്ത് നമ്മൾ തീ ഒക്കെ ഇട്ടിട്ട് ഫയറൊക്കെ ഇട്ടിട്ട് തീക്കായ എന്നൊക്കെ പറയും അല്ലേ? ആ ഒരു സംഭവത്തിനൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ കീറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എവരി വൺ റിട്രീറ്റ്, എല്ലാവരും തിരിച്ചു പോകും. ഏതിലേക്ക്? ഫയേഴ്സ്, തീയിലേക്കും. ഹോട്ട് സൈഡർ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് മെയ്ഡ് ഫ്രം ഫെർമെൻറ്റഡ് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്. നിങ്ങൾ കണ്ടില്ലേ എന്താണ് ഈ മുന്തിരി ആപ്പിളൊക്കെ കുറേ കാലം ഫെർമേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിൽ നിന്നും അരിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രിങ്ക് ഉണ്ടാക്കും. ഇത്
ഒരു നോർത്ത് അമേരിക്കയിലൊക്കെ സാധാരണയായിട്ട് അവിടെയുള്ള ആളുകൾ ചെയ്തിരുന്നതാണ്. ഇവിടെ തന്നെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. നെല്ലിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് കുറേ ദിവസം വെച്ചിട്ട് അതിനൊരു ജ്യൂസ് എടുക്കും. അത് കുടിച്ചാൽ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതായിരിക്കും. അങ്ങനെയുള്ള അതിലേക്കൊക്കെ ആളുകൾ മടങ്ങിപ്പോവുക ഈ ഒരു കാലഘട്ടത്തിലാണ്. ദ ഫസ്റ്റ് സ്റ്റാൻസ അഡ്രസ്സസ് ദ ഓട്ടം ആസ് ദ ക്ലോസ് ബോസം ഫ്രണ്ട് ഓഫ് ദ സൺ. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ, ആദ്യത്തെ സ്റ്റാൻസയിൽ നമ്മുടെ ശരത്കാലം സൂര്യൻ്റെ ആത്മസുഹൃത്തായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യട്ടോ. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് ചിത്രീകരിക്കുന്നത് ഓട്ടം സീസണെ ബോട്ടം ഫ്രണ്ട് ഓഫ് സൺ ആയിട്ടാണ്. പിന്നെ നെക്സ്റ്റ് ദ സെക്കൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ആസ് എ ഫീമെയിൽ ഗോഡസ് ആൻഡ് തേർഡ് കൺസോൾ ഇറ്റ്സ് ബൈ ആസ്കിങ് ടു ലിസൺ ഇറ്റ്സ് ഓൺ മ്യൂസിക്. രണ്ടാമത്തേൽ ഒരു ദേവതയെ ഒരു ഗോഡസ് ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ നമ്മൾക്ക് ഒരു കുറേ സംഗീതങ്ങൾ ഓരോ കാലഘട്ടത്തിലും സ്പ്രിംഗ് സീസണിൽ ഓട്ടം സീസണിൽ വളരെ അതിൻ്റെ ഒരു മൂളിപ്പാട്ട്, ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ആ ഒരു സംഗീതത്തെ നമ്മളോട് ശ്രവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. ദ സെൻഷ്യസ് സിന്തറ്റിക് ഇമേജറി ഓഫ് ഈച്ച് സ്റ്റാൻസ മേക്സ് ദ പോയം അക്കോർഡിംഗ് ടു ഹരോൾഡ് ബൂം ആസ് എ ക്ലോസ് ടു പെർഫെക്റ്റ് ആൻഡ് ഷോർട്ടർ പോയം ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഈ ഒരു സംഗീതത്തെ പറ്റിയിട്ട് ഹരോൾഡ് ബ്ലൂമിൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ കവിതയുടെ ഏതാണ്ട് പരിപൂർണത എത്തി നിൽക്കുന്ന ഏറ്റവും പരിപൂർണമായിട്ടുള്ള എന്താണ് എല്ലാ ലക്ഷണമൊത്താന്ന് പറയൂലേ, അങ്ങനെയുള്ളൊരു ലക്ഷണമൊത്ത കവിതയാണ് നമ്മുടെ ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ടു ഓട്ടം എന്ന കവിത എന്നാണ് ഹരോൾഡ് ബ്ലൂം ഈ ഒരു ഓഡ് ടു ഓട്ടം എന്ന ഓഡിനെ കുറിച്ചിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. Okay, now let's start the poem. Ode to Autumn. Season of mists and mellow fruitfulness, close bosom friend of maturing sun, conspiring with him how to load and bless, with fruits the vines that round the thatch eaves run, to bend with apples the mossed cottage trees, and fill all fruit with ripeness to the core, to swell the gourd and the plumb the hazel shells with a sweet kernel to set budding more, and still more later flowers for the bees, until they think warm days will never ease, for summer has overwhelmed their clammy cells. ഓക്കെ, ഓഡ് ടു ഓട്ടം. ഓഡ് എന്താണ്? ഓഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡ് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോം അല്ലേ? നമ്മൾ സോണറ്റ് പഠിച്ചു. സോണറ്റ് ഈസ് എ പോം ഓഫ് 14 ലൈൻസ്. അതുപോലെ തന്നെ എന്താണ് ഓഡ് എന്ന് പറഞ്ഞാൽ? ഓഡ് ഈസ് എ ടൈപ്പ് ഓഫ് ലിറിക്കൽ സ്റ്റാൻസ, നോട്ട് ദ പോയിന്റ്. ഓഡ് ഈസ് എ ടൈപ്പ് ഓഫ് ലിറിക്കൽ സ്റ്റാൻസ. ഇറ്റ് ഈസ് ആൻ എലാബറേറ്റ്ലി സ്ട്രക്ചേർഡ് പോം പ്രൈസിങ് ഓർ ഗ്ലോറിഫൈങ് ആൻ ഈവൻറ്റ് ഓർ ഇൻഡിവിജ്വൽ, ഡിസ്ക്രൈബിങ് നേച്ചർ ഇൻ്റലക്ച്വലി ഓർ ഇമോഷണലി. അപ്പോൾ എന്താണ് ഓഡ്? പിന്നെ ഇറ്റ് അഡ്രസ്സിങ് സംവൺ. ഓഡ് അഡ്രസ്സിങ് സംവൺ ഓർ സംതിങ്. ഓഡ് ഒരു ലിറിക്കൽ സ്റ്റാൻസ, ഒരു ഫോം, അതിൻ്റെ ഒരു സ്ട്രക്ചർ, നല്ലൊരു സ്ട്രക്ചറുള്ളൊരു പോമാണ് ഓഡ് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ആൻ എലാബറേറ്ററി സ്ട്രക്ചേർഡ് പോയം, നല്ലൊരു സ്ട്രക്ചറുള്ള പോയാണ്. പ്രൈസിങ് ഓർ ഗ്ലോറിഫൈങ് ആൻ ഈവൻറ്റ്, എന്തിനെ കുറിച്ചിട്ട്? ഗ്ലോറിഫൈ ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് എക്സാജറേറ്റ് പറയുക, ഒരു നേച്ചറിൻ്റെ എന്തെങ്കിലും ഈവൻറ്റിനെ കുറിച്ചിട്ടോ. ഇപ്പോൾ ഒരു പുഷ്പിക്കണ കാലം, അതൊരു നേച്ചറിൻ്റെ ഈവൻ്റാണ്, അതിനെക്കുറിച്ചിട്ട് എലാബറേറ്റ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. അത് വളരെ ബുദ്ധിപൂർവ്വമുള്ളതാവാം, അല്ലെങ്കിൽ വികാരപരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവാം. ഇതിനെയാണ് ഓഡ് എന്ന് പറയുന്നത്. ഓഡ് ഒരു ലിറിക്കൽ സ്റ്റാൻസയാണ്. ഇറ്റ് ഈസ് ആൻ എലാബറേറ്റ്ലി സ്ട്രക്ചേർഡ് പോയമാണ്. പ്രൈസിങ് ഓർ ഗ്ലോറിഫൈങ് ആൻ ഈവൻറ്റ് ഓർ ഇൻഡിവിജ്വൽ, ഡിസ്ക്രൈബിങ് നേച്ചർ ഇൻ്റലക്ച്വലി ആസ് വെൽ ആസ് ഇമോഷണലി. നേച്ചറിൻ്റെ എന്തെങ്കിലും ഈവൻസിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ ഒക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇറ്റ് അഡ്രസ്സിങ് സംവൺ ഓർ സംതിങ്, അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഓഡ് ഉണ്ടാവുക. നേച്ചറിൽ എന്തെങ്കിലും ഈവൻറ്റ്സ് ആയിരിക്കാം അതിൻ്റെ പ്രധാന തീം. അത് മേ ബി ബുദ്ധിപരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വികാരഭരിതമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആവാം. ഇതിനെയാണ് ഓഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ എക്സ്പ്ലെയിൻ ചെയ്യാം.
അതിന് മുന്നായിട്ട് ഫസ്റ്റ് സ്റ്റാൻസ, സെക്കൻഡ് സ്റ്റാൻസ, തേർഡ് സ്റ്റാൻസയിൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യണത് നമുക്കൊന്ന് ജസ്റ്റ് പറയാം. ദ ഫസ്റ്റ് സ്റ്റാൻസ അഡ്രസ്സസ് ദ ഓട്ടം ആസ് ദ ക്ലോസ് ബോസം ഫ്രണ്ട് ഓഫ് സൺ. ഫസ്റ്റ് സ്റ്റാൻസയിൽ ഓട്ടം സീസണെ ഒരു സണ്ണിൻ്റെ ഒരു മെച്ചറിങ് സണ്ണിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ഡിസ്ക്രൈബ്സ് ഇറ്റ് ആസ് എ ഫീമെയിൽ ഗോഡസ്. സെക്കൻഡ് സ്റ്റാൻസയിൽ ഓട്ടം സീസൺ ഒരു ഫീമെയിൽ ഗോഡസ് ആയിട്ടാണ് കാണുന്നത്. ദ തേർഡ് കൺസോൾ ഇറ്റ് ബൈ ആസ്കിങ് ടു ലിസൺ ടു ഇറ്റ്സ് ഓൺ മ്യൂസിക്. തേർഡ് സ്റ്റാൻസയിൽ സ്വന്തം മ്യൂസിക് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓട്ടത്തിൻ്റെ ആ ഒരു മ്യൂസിക് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് പറയുന്നത്. സീസൺ ഓഫ് മിസ്റ്റ് ആൻഡ് മെലോ ഫ്രൂട്ട്ഫുൾനെസ്, ക്ലോസ് ബ്രോസം ഫ്രണ്ട് ഓഫ് ദ മെച്ചറിങ് സൺ. അതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ ദ പോയറ്റ് കൺസിഡേഴ്സ് അല്ലെങ്കിൽ പോയറ്റ് അഡ്രസ്സസ് ദ ഓട്ടം ആസ് ദ ബോസം ഫ്രണ്ട് ഓഫ് സൺ. ഓട്ടം ആസ് ദ മെച്ചർ സൺ ഓഫ് ഫ്രണ്ട് ഓഫ് സൺ കേട്ടോ, ഇത് അണ്ടർലൈൻ ചെയ്തിടണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടം ശിശിരകാലത്തിന് വളരെ ഭംഗിയായിട്ട് അല്ലേ, ശിശിരകാലം ഒരു മൂടൽ മഞ്ഞിൻ്റെ അല്ലെങ്കിൽ വിളഞ്ഞു കിടക്കുന്ന പാകമായ വൈവിധ്യമാർന്ന പഴങ്ങളുടെ സീസൺ ഓഫ് മിസ്റ്റ് അല്ലേ, മിസ്റ്റിൻ്റെ അല്ലെങ്കിൽ മെലോ ഫ്രൂട്ട്. ശരത്കാലത്തെ ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് ഫ്രൂട്ട്ഫുൾനെസ്സിൻ്റെ ആ ഒരു പ്രൊഡക്റ്റീവ് സീസണായിട്ട് ഫ്രൂട്ട്ഫുൾനെസ്സിൻ്റെ കാലം അല്ലേ, ഓട്ടം ആണ് ഇവിടെ ആ ഒരു സീസൺ ഓഫ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഓട്ടം സീസണ് മിസ്റ്റിൻ്റെയും ഫ്രൂട്ട്ഫുൾനെസ്സിൻ്റെയും ഒരു സീസണാണ്. ക്ലോസ് ബോസം ഫ്രണ്ട് ഓഫ് ദ മെച്ചുറിങ് സൺ. ഓട്ടം സീസൺ ക്ലോസ് ഫ്രണ്ടാണ് ആരുടെ, സണ്ണിൻ്റെ. എന്നിട്ട് അവർ തമ്മിൽ ഫ്രണ്ട്സായിട്ട് കോൺസ്പയറിങ്, അവർ ഗൂഢാലോചന നടത്താൻ പ്ലാൻ ചെയ്യാണ് വിത്ത് ഹിം, ആരുമായിട്ട്, ഓട്ടം സീസണും സണ്ണും അവർ തമ്മിൽ ഗൂഢാലോചന നടത്താണ്. ഹൗ ടു ലോഡ് ആൻഡ് ബ്ലസ്, എങ്ങനെയാണ് ഫലങ്ങൾ എങ്ങനെയാണ് ട്രീസൊക്കെ ലോഡ് ചെയ്യുക, ഫലങ്ങളാലും ഫ്രൂട്ട്സുകളാലും ഫ്ലവേഴ്സുകളാലും എങ്ങനെ നമ്മൾ പ്ലാന്റിനെ ലോഡ് ചെയ്യുന്നുള്ള ഗൂഢാലോചന ആര് തമ്മിലാണ് നടത്തുന്നത്, സണ്ണും നമ്മുടെ ഓട്ടം സീസണും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ട് തീരുമാനിക്കുകയാണ് ലോഡ് ആൻഡ് ബ്ലസ്, എങ്ങനെ ബ്ലസ് ചെയ്യണം ട്രീസിനെ വിത്ത് ഫ്രൂട്ടിനാലെ. ദ വൈൻ ദാറ്റ് റൗണ്ട് ദ താച്ച് ഈവ്സ് റൺ, ആ മുന്തിരി വള്ളികൾ ഇല്ലേ, താച്ച് ഈവ് റൺ എന്ന് പറഞ്ഞാൽ, താച്ച് എന്ന് പറഞ്ഞാൽ ആ മുകളിലുള്ള മേൽക്കൂരൻ്റെ ഉന്തി നിൽക്കുന്ന ഭാഗത്തിലൂടെ ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളികളെ എങ്ങനെ നിറക്കാം, എങ്ങനെ ആ മുന്തിരിവള്ളികൾ ഫലങ്ങളാൽ നിറക്കാം എന്ന് കോൺസ്പിറസി ഗൂഢാലോചന നടത്താണ് നമ്മുടെ സണ്ണും ഓട്ടം സീസണും തമ്മിൽ. പിന്നെ രണ്ടാമത്തെ ഗൂഢാലോചന ടു ബെൻഡ് വിത്ത് ആപ്പിൾസ് ദ മോസ്റ്റ് കോട്ടേജ് ട്രീസ് അല്ലേ, മോസായ കോട്ടേജ് ട്രീസിലുള്ള ആപ്പിൾ മരത്തെ എങ്ങനെ ഫലങ്ങൾ നിറഞ്ഞിട്ട് ആ ഒരു മേൽക്കൂരയിലേക്ക് ബെൻഡ് വളയാണ് അല്ലേ, ഫലം നിറഞ്ഞിട്ട് ആപ്പിൾ ട്രീനെ എങ്ങനെ ബെൻഡ് ചെയ്യിക്കാം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആലോചന നടത്തുകയാണ്. ആൻഡ് ഫിൽ ഓൾ ഫ്രൂട്ട് വിത്ത് റൈപ്നെസ് ടു ദ കോർ, എങ്ങനെയാണ് ഫ്രൂട്ട്സിനെ പഴുപ്പിക്കുക, എല്ലാ ഫ്രൂട്ട്സിനെയും എങ്ങനെ പഴുപ്പിക്കും, ഏത് രീതിയിൽ റൈപ്നെസ് ടു ദ കോർ അല്ലേ, അതിനെ മെയിനായിട്ട് എങ്ങനെ ആ ഫ്രൂട്ട് റൈപ്പനെസ് അല്ലേ, പഴുപ്പ് എങ്ങനെ നിറക്കും എന്നാണ് ആലോചിക്കണത്. അപ്പോൾ മെച്ചറിങ് സൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് സൺ ഈസ് ഗെറ്റിംഗ് ഓൾഡർ, മെച്ചേർഡായി വരുന്ന സണ്ണിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ ഓട്ടം സീസൺ എന്നാണ് കേട്ടോ. ഈ ഓട്ടം സീസണിൻ്റെ ഫസ്റ്റ് 4 ലൈനിൽ പറഞ്ഞത് ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ട് എങ്ങനെ പഴങ്ങളെ പഴുപ്പിക്കാം, എങ്ങനെ പഴങ്ങൾക്ക് ബ്ലസ് നൽകാം, പിന്നെ എങ്ങനെയാണ് മുന്തിരിവള്ളികളിലൊക്കെ എങ്ങനെയാണ് കായകൾ നിറയ്ക്കുക. ടു ബെൻഡ് ആപ്പിൾസ് ദ മോസ്റ്റ് കോട്ടേജ് ട്രീസ് അല്ലേ, മോസായി കിടക്കുന്ന കോട്ടേജ് ട്രീസിനെ എങ്ങനെ ബെൻഡ് ചെയ്യിക്കാം, ആപ്പിൾ നിറച്ചിട്ട് അല്ലേ, ആപ്പിൾ ഫ്രൂട്ട്സ് നിറച്ചിട്ട് എങ്ങനെ ഇങ്ങനെ ചായഞ്ഞു പോവില്ലേ മരം ഫ്രൂട്ട് നിറഞ്ഞിട്ട്, അങ്ങനെ ആ ഒരു രീതിയിൽ എങ്ങനെ ആക്കാം എന്നുള്ള ഗൂഢാലോചനയൊക്കെ നടത്തുകയാണ് സണ്ണുമായിട്ട് നമ്മുടെ ഓട്ടം സീസൺ. ആൻഡ് ഫിൽ ഓൾ ഫ്രൂട്ട് വിത്ത് റൈപ്നെസ് ടു ദ കോർ, എല്ലാ ഫ്രൂട്ടിലും എങ്ങനെ ഫലപുഷ്ടത നിറക്കാം, എങ്ങനെ മധുരം നൽകാം. ടു സെൽ ദ ഗോഡ് ദ പ്ലംബ് ദ ഹൈസൽ ഷെൽസ്, ഗാഡ് എന്ന് പറഞ്ഞാൽ മത്തനൊക്കെ പോലുള്ള മത്തൻ
മത്തന്, ചുരക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളില്ലേ, ഇതൊക്കെ എങ്ങനെ സ്വല്ലേയിപ്പിക്കാം, ഇതിലൊക്കെ എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആക്കുക, ഇതിനെ സ്വല്ലറിഞ്ഞാൽ വീർക്കുക, ഇതിനെങ്ങനെ വീർപ്പിക്കാം, അതിലൊക്കെ കാമ്പ് കോറ് നിറച്ചിട്ട് അകക്കാമ്പ് നിറച്ചിട്ട് എങ്ങനെ വീർപ്പിക്കാം. പ്ലംബ് ദ ഐസൽ ഷെൽസിനെ, ഇതൊരു ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ്. ഇതിനെങ്ങനെ ഫലപുഷ്ടമാക്കാം, ഇതിനെങ്ങനെ മധുരം നൽകാം, എന്ത് കൊടുത്തിട്ട്, വിത്ത് എ സ്വീറ്റ് കേർണൽ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, അതിൻ്റെ ആ ഒരു അകക്കാമ്പ് എന്ന് പറയില്ലേ, അതാണ് കേണൽ മീൻസ്. അകക്കാമ്പ്, കേണൽ, കോറ് അല്ലേ, കാതൽ എന്നൊക്കെ പറയില്ലേ, അതാണ് കേണൽ. അണ്ടർലൈൻ ചെയ്തിട്ടോളൂ കേട്ടോ. സീഡ് കേർണൽ എങ്ങനെ ഐസൽ ഷെൽസിൽ എങ്ങനെ കോറ് നിറക്കാം, എങ്ങനെ അതിന് അകക്കാമ്പ് നിറക്കാം. ടു സെറ്റ് ബഡിങ് മോർ ആൻഡ് സ്റ്റിൽ മോർ ലേറ്റൽ ഫ്ലവേഴ്സ് ഓഫ് ദ ബീസ് അണ്ടിൽ ദേ തിങ്ക് വാം ഡേയ്സ് വിൽ നെവർ സീസ് ഫോർ സമ്മർ ഹാസ് ഓവർ ബ്രിംഡ് ദെയർ ക്ലെയിമി സെൽസ്. നെക്സ്റ്റ് എന്താണ്, സെറ്റ് ബഡിങ് മോർ ആൻഡ് സ്റ്റിൽ മോർ ലേറ്റർ ഫ്ലവേഴ്സ് ഓഫ് ദ ബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈകി പുഷ്പിക്കുന്ന പുഷ്പങ്ങളുണ്ട്, ബഡ് ചെയ്യുന്ന വൈകിട്ട് ഉണ്ടാവുന്ന പുഷ്പങ്ങളുണ്ട്. ആ ഒരു പുഷ്പങ്ങളിലൊക്കെ തേൻ കുടിക്കുന്ന തേനീച്ചകളും ശരത്കാലത്തിലുണ്ട്. അണ്ടിൽ ദേ തിങ്ക് വാം ഡേയ്സ് വിൽ നെവർ സീസ്, ആ ഒരു തേനീച്ചകൾ എന്താണ് വിചാരിക്കുന്നത്, വാം ഡേയ്സ്, ഈ ചൂടുള്ള ദിവസങ്ങൾ, നെവർ സ്റ്റോപ്പ്, സീസ് മീൻസ് സ്റ്റോപ്പ്, ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. അപ്പോൾ ഇവർ ശരിക്കും വിചാരിക്കുന്നത് ആ സമ്മറിൻ്റെ തുടർച്ച തന്നെയാണിത്, കാരണം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്, ഇതൊരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല എന്നാണ് തേനീച്ചകൾ വിചാരിക്കുന്നത്. ഫോർ സമ്മർ ഹാസ് ഓവർ ബ്രിംഡ് ദെയർ ക്ലെയിമി സെൽസ്, പക്ഷേ അങ്ങനെ എന്താണ് അവർ വിചാരിക്കാൻ കാരണം, അവരുടെ അറകളൊക്കെ എന്താണ്, തേൻ നിറച്ച അറകളാണ്. എന്നിട്ട് അതുകൊണ്ട് അവ ക്ലെയിമി സെൽസ്, അവരുടെ ഒട്ടിപ്പിടിക്കുന്ന അറകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർ ബ്രിംഡ്, നിറഞ്ഞൊഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സമ്മർ ഒരിക്കലും അവസാനിക്കുന്നില്ല. പിന്നെ ഓട്ടം സീസണിലും എന്തുണ്ട്, ആ ഒരു കാലഘട്ടത്തിൽ പുഷ്പിക്കുന്ന പുഷ്പങ്ങളുണ്ട്. ആ ഒരു ഓട്ടം സീസണിന് അതിൻ്റേതായിട്ടുള്ള പ്രൊഡക്റ്റിവിറ്റി ഉണ്ട്. ആ കാലത്തും ഇഷ്ടം പോലെ ഫലങ്ങളൊക്കെ പഴുക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ ജോൺ കീറ്റ്സ് ഈ ഒരു സ്റ്റാൻസയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, we'll meet again with the next stanza. Bye.